എൻ്റെ പേര് മേഘൻ. ഞാൻ ലോ സ്കൂളിൽ നിന്നും ഗ്രാജുവേറ്റ് ആയിട്ട് ഇപ്പോൾ ഏകദേശം 2 വർഷമായി. അതുമുതൽ ന്യൂയോർക്ക് ഡൗൺ ടൗണിലെ ഒരു ചെറിയ ഓഫീസിൽ ഞാൻ ജോലി ചെയ്യുകയാണ്. എൻ്റെ അമ്മ മരിച്ചിട്ട് 2 മാസമായി. നമുക്ക് 2 പേരുടെ ഇടയിലും അത്ര ക്ലോസ് റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. സത്യം പറയാലോ, നമ്മൾ 2 പേരും ഒന്ന് നേരിട്ട് കണ്ടിട്ട് 6 വർഷമായി. ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് ലഭിച്ചു. അത് വക്കീൽ അയച്ചതായിരുന്നു. എനിക്കെന്നെ ജന്മനാടായ പൈൻവില്ലിലോട്ട് പോകണമായിരുന്നു. ഒരു വില്ല് സൈനിടാനാണത്രേ. ഇതുകൊണ്ട് ഞാൻ എൻ്റെ ബോസിനോട് 3 ദിവസം ലീവ് ചോദിച്ചു. എൻ്റെ ഒരു വർക്ക് കൊളീഗാണ് ലെന്നി. അവനിപ്പോൾ വെക്കേഷനിലാണ്. ഞാൻ ഒറ്റക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കമ്പനി തരാമോ എന്ന് ഞാൻ അവനോടൊന്ന് ചോദിച്ചു. അവൻ സമ്മതിക്കുകയും ചെയ്തു. ഇന്ന് ഞാൻ എൻ്റെ ഓഫീസിൽ അർദ്ധരാത്രി വരെ നിന്നു. കാരണം ട്രാവലിംഗ് ചെയ്യുന്നതിന് മുൻപേ എനിക്ക് കുറച്ച് കേസസ് ക്ലോസ് ചെയ്യണമായിരുന്നു. അങ്ങനെ അവസാനം ഞാനൊന്ന് മയങ്ങിപ്പോയി. എനിക്ക് ഉറങ്ങണമെന്ന് മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ ക്ഷീണം കാരണം ഞാനൊന്ന് മയങ്ങി. എനിക്ക് കാപ്പി കുടിക്കേണ്ട ഒരു മോഹം വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓഫീസിലുണ്ടായിരുന്ന ഫിൽറ്ററിൻ്റെ അടുത്ത് നടന്നു. അങ്ങനെ കോഫിയുടെ ഒരു സിപ്പ് എടുത്തു. അപ്പോഴാണ് എൻ്റെ മുന്നിലോട്ട് ആരോ ചാടിയത്. ഞാനൊന്ന് ഭയന്ന് വിറച്ചുപോയി. അങ്ങനെ മനസ്സിലായി അത് ലെന്നിയായിരുന്നു. അത് മനസ്സിലാക്കുവാൻ ഞാൻ ചെറുതായി വൈകിയിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കോഫി കപ്പ് താഴെ വീണു. ഞാൻ ലെന്നിയോട് പറഞ്ഞു, അടി ഇത് പ്രാങ്ക് ചെയ്യേണ്ട സമയമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവൻ ചിരിച്ചുകൊണ്ട് അതേന്ന് എന്നെ കളിയാക്കുവാൻ പറഞ്ഞു. അവൻ പറയുവാൻ തുടങ്ങി, നീ നിൻ്റെ കേസൊക്കെ ക്ലോസ് ചെയ്തില്ലേ? നാളെ രാവിലെ 7 മണിക്ക് തന്നെ നീ റെഡിയാകണം. ഞാൻ എൻ്റെ RVയും എടുത്ത് നിന്നെ കൂട്ടാൻ വരാം. ഞാൻ അതേന്ന് മറുപടി കൊടുത്തു. ലെന്നി ഓഫീസിൽ നിന്നും പോയി. ഞാനും എൻ്റെ ബാഗും എടുത്ത് ഇറങ്ങി. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ എന്നെ തന്നെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അയാളെ കണ്ടുവെന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കിയോടെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നിമിഷത്തിന് ശേഷം അയാൾ എൻ്റെ സൈഡിൽ വന്നിരുന്നു. എന്നിട്ട് അയാൾ സംസാരിക്കാൻ തുടങ്ങി. ഇതൊരു മനോഹരമായ രാത്രിയാണല്ലേ? നീ ഒരു സുന്ദരിയാണ്. നീ ഇവിടെ ഈ ഒരു സ്ഥലത്ത് രാത്രി ഇരിക്കാൻ പാടില്ല. എന്തൊരു മനോഹരമായ തണുത്ത രാത്രി. ഞാനിതിന് ഉത്തരം നൽകി. നിങ്ങൾ ദയവായിട്ട് ഇവിടെ നിന്നും പോകുമോ? അയാൾ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് സമാധാനം കിട്ടുമെങ്കിൽ ഞാൻ പോയിക്കോളും. അങ്ങനെ ആ ഒരു വ്യക്തി ഇതും പറഞ്ഞ് പോവുകയാണ്. ഇനി അയാൾ ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. ഞാൻ എൻ്റെ ബസ് വരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെ എൻ്റെ ബസ് വരികയാണ്. ഞാൻ ബസ്സിൽ കയറി. അപ്പോൾ ഞാനത് കണ്ടു. അയാൾ പുറത്ത് എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, ഇവർക്കൊക്കെ ചിലപ്പോൾ അറ്റൻഷൻ കിട്ടുവാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ രാവിലെ ആവുകയാണ്. ഞാൻ ലെന്നിയുമായി കണ്ടുമുട്ടി. അവൻ RV എടുത്തിട്ടായിരുന്നു എന്നെ കൂട്ടുവാൻ വന്നത്. ഇപ്പോൾ എൻ്റെ ജന്മനാടായ പൈൻവില്ലിലോട്ട് പോകേണ്ട സമയമാണ്. ഇപ്പോൾ സമയം 9:35. ഇന്ന് മുഴുവൻ നമ്മൾ സഞ്ചരിച്ചു. നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ പൈൻവില്ലിലെത്തുവാൻ ഇനിയും ദൂരമുണ്ടായിരുന്നു. ലെന്നിയാണെങ്കിൽ ഒരു കൂളുകയാണ്. അവനില്ലാതെ എനിക്ക് വരുവാൻ സാധിക്കില്ല. അവനില്ലെങ്കിൽ എനിക്ക് ബോറടിക്കും. അങ്ങനെ ലെന്നി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. നീ ഒരു ഭൂമി കഴിഞ്ഞ് ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഡു യു ബിലീവ് ഇൻ ഏലിയൻസ്? ഞാൻ പറഞ്ഞു, എനിക്കതിൽ ഉറപ്പില്ല. അതൊക്കെ എന്തിനാണ് നമ്മൾ ആലോചിക്കുന്നത്? അങ്ങനെ നമ്മൾ 2 പേരും ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കുറച്ച് സമയത്തിന് ശേഷം ലെന്നി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്തായാലും നെക്സ്റ്റ് ഗ്യാസ് സ്റ്റേഷനിൽ നമുക്ക് നിർത്തേണ്ടി വരും. ഫ്യൂവൽ കുറവാണ്. ഞാൻ പറഞ്ഞു, അതെ, കുഴപ്പമില്ല. അഥവാ നിർത്തുന്നുണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും കുടിക്കുവാൻ നീ വാങ്ങിത്തരേണ്ടി വരും. അവൻ ഓക്കെ എന്ന് തലയാട്ടി. അങ്ങനെ ഗ്യാസ് സ്റ്റേഷനിൽ നമ്മൾ എത്തുകയാണ്. നമ്മൾ 2 പേരും വണ്ടിയുടെ പുറത്തിറങ്ങി. ലെന്നി പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഒരു എനർജി ഡ്രിങ്ക് വാങ്ങുമോ? ഞാൻ പറഞ്ഞു, ഞാൻ വാങ്ങാം, പക്ഷെ നീ അതിന് പേ ചെയ്യണം. അവൻ പറഞ്ഞു, ഞാൻ വിചാരിച്ച് നമ്മൾ 2 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന്. ഓക്കെ, കുഴപ്പമില്ല. വണ്ടിയുടെ ബാക്കിൽ വാലറ്റ് ഉണ്ട്, നീ അത് പോയി എടുക്ക്. അങ്ങനെ ഞാൻ അത് പോയി എടുത്തു. ഞാനങ്ങനെ ഗ്യാസ് സ്റ്റേഷനിലെ സ്റ്റോറിലോട്ട് നടക്കുകയാണ്. ഞാനങ്ങനെ ഉള്ളിൽ കയറി. കാഷ്യർ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഗുഡ് ഈവനിങ്, നിങ്ങളുടെ ജേണി എങ്ങനെയാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് പോകുന്നത്. കാഷ്യർ പറഞ്ഞു, കേൾക്കുന്നതിൽ സന്തോഷം. നിങ്ങൾ എവിടത്തോട്ടേക്കാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, നമ്മൾ പൈൻവില്ലിലോട്ടാണ് പോകുന്നത്. ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്നത്. അവൾ പറഞ്ഞു, ഓ, പൈൻവില്ലിലോട്ടാണല്ലേ? ആ ഒരു ചെറിയ ടൗൺ അല്ലേ? അവിടെ മനോഹരമായിട്ടുള്ള വീടുകളാണ് ഉള്ളത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയാണെങ്കിൽ മരിച്ചുപോയി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അവൾ പറഞ്ഞു,
ഓ, കേൾക്കുന്നതിൽ സങ്കടം. ഞാൻ ചോദിച്ചു, എവിടെയാണ് സോഫ്റ്റ് ഡ്രിങ്ക് ഉള്ളത്? അവൾ പറഞ്ഞു, ദേ അവിടെയുള്ള വെൻഡിങ് മെഷീനിലുണ്ട്. ഞാനങ്ങനെ അതിൻ്റെ പൈസ പേ ചെയ്ത് എനർജി ഡ്രിങ്കും എടുത്ത് പുറത്തിറങ്ങി. ഞാൻ ലെന്നിക്ക് അത് കുടിച്ചു. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു ഡ്രിങ്ക് കുടിച്ചു. നമ്മൾ കുടിച്ചു തീർത്തു. അപ്പോഴാണ് ലെന്നി എന്നോടൊരു കാര്യം പറയുന്നത്. ഞാൻ ഈ ഒരു എംറ്റി ക്യാൻ ആ ഒരു ബക്കറ്റിൽ എറിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ നീ മോട്ടലിന് പേ ചെയ്യണം. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ലെന്നി എറിഞ്ഞു, പക്ഷേ ബക്കറ്റിൽ വീണിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ തന്നെ മോട്ടലിന് പേ ചെയ്യണം. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ മോട്ടലിൽ എത്തുകയാണ്. ലെന്നി പറഞ്ഞു, അങ്ങനെ നമ്മൾ മോട്ടലിൽ എത്തിയല്ലേ, നീ എന്തായാലും റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് പോ. നിൻ്റെ അടുത്തല്ല വാലറ്റ് ഉള്ളത്, നീ തന്നെ എൻ്റെ വാലറ്റിൽ നിന്നും പൈസ എടുത്ത് പേ ചെയ്. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി റിസപ്ഷനിസ്റ്റിൻ്റെ റൂമിലോട്ട് നടന്നു. അപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീയെ എനിക്ക് കാണുവാൻ സാധിച്ചു. ഞാൻ സംസാരിക്കാൻ തുടങ്ങി. വെൽക്കം ടു ഗ്രാൻഡ് റോക്ക് മോട്ടൽ മാം, ഇത് ഈ ഒരു റീജിയണിലെ ഏറ്റവും ബെസ്റ്റ് മോട്ടലാണ്. പുള്ളിക്കാരി പറയുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്ക് 2 റൂം വേണം. ആ ഒരു സ്ത്രീ പറയുവാൻ തുടങ്ങി, എനിക്കൊരു മകനുണ്ട്. അവന് തലക്ക് ചെറിയൊരു അസുഖമുണ്ട്. അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് അവന് തന്നെ ബോധമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്തെങ്കിലും അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അവരുടെ അടുത്തുനിന്ന് കീയും മേടിച്ചിട്ട് ഞാൻ ലെന്നിയുടെ അടുത്ത് ചെന്നു. ഞാൻ ലെന്നിയോട് പറഞ്ഞു, ഇത് പിടിക്ക്, ഇതാണ് നിൻ്റെ റൂമിൻ്റെ കീ, ഇതാണ് എൻ്റെ റൂമിൻ്റെ കീ. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഇവിടെയുള്ള റിസപ്ഷനിസ്റ്റിന് ഒരു മകനുണ്ട് പോലും. അയാൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ തലക്ക് എന്തൊരു പ്രശ്നമുണ്ടത്ര. അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് അവന് തന്നെ അറിയില്ല പോലും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്ഷമിക്കണം അത്രേ. ലെന്നി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ അതൊക്കെ എന്തിനാണ് നമ്മൾ കാര്യമാക്കുന്നത്, അവനൊന്നും നമ്മൾ ചെയ്യുവാൻ പോകുന്നില്ല. ഞാൻ തലയാട്ടി. ലെന്നി അവൻ്റെ റൂമിൽ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ മുറിയിൽ പോയി. ആദ്യം ഒരു ഷവർ എടുക്കാമെന്ന് ഞാൻ കരുതി. ഞാൻ ബാത്റൂമിലോട്ട് നടന്നു. അപ്പോഴാണ് എന്തൊരു ശബ്ദം ഞാൻ കേട്ടത്. ആരോ വാതിലിൽ പോയി മുട്ടുന്നു. അപ്പോൾ ഞാൻ മെല്ലെ ജനാലയിൽ കൂടെ പുറത്തു നോക്കി. അപ്പോൾ ഒരാളെ എനിക്ക് കാണുവാൻ സാധിച്ചു. എനിക്ക് മനസ്സിലായത് ആ ഒരു ഭ്രാന്തുള്ള റിസപ്ഷനിസ്റ്റിൻ്റെ മകൻ തന്നെ. എന്തായാലും ഞാൻ അവനോട് ചോദിച്ചു, നീ ആരാണ്? ദയവായിട്ട് ഇവിടുന്ന് പോ. അവൻ പറഞ്ഞു, പ്ലീസ് എന്നെ ഒന്ന് അകത്ത് കയറ്റൂ. എൻ്റെ അമ്മ ഞാനുമായി ദേഷ്യത്തിലാണ്. എനിക്കൊന്ന് വിചിത്രമായി തോന്നി. ഞാൻ ഇല്ല എന്ന് തന്നെ പറഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ പേര് ജെർമിയ എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയില്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങളെന്നെ ഒന്ന് അകത്ത് കയറ്റൂ. ഞാൻ പറഞ്ഞു, ഐ ആം സോറി, നീ ഇപ്പോൾ ഇവിടുന്ന് പോകേണ്ടി വരും. പക്ഷേ അവൻ ഈ സമയം പറഞ്ഞത് വേറൊരു ടോണിലായിരുന്നു. ഇപ്പോൾ തന്നെ ഈ ഒരു വാതിൽ തുറക്കൂ. ഞാൻ അവനോട് പോകാൻ തന്നെ പറഞ്ഞു, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്നും ഞാൻ അവനോട് പറഞ്ഞു. അപ്പോഴാണ് ഒരു കാര്യം ഞാൻ കണ്ടത്. അവൻ ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ റൂമിൻ്റെ സ്പെയർ കീ അവൻ്റെ കയ്യിലുണ്ടാകും. അപ്പോൾ അത് വെച്ച് അവൻ ഈ ഒരു റൂം തുറക്കുവാൻ നോക്കി. പിന്നെ ഞാൻ സമയം വേസ്റ്റ് ചെയ്തില്ല. പെട്ടെന്ന് തന്നെ കബോർഡിൽ പോയി ഒളിക്കുകയാണ്. അങ്ങനെ അവൻ വാതിൽ തുറന്നു. അവൻ എല്ലാ സ്ഥലങ്ങളും നോക്കി. അപ്പോൾ ആ സമയത്താണ് അവൻ ഞാനിരിക്കുന്ന കബോർഡ് വന്ന് തുറന്നത്. അവൻ എന്നെ ആക്രമിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവൻ ഒന്നും ചെയ്തില്ല. അങ്ങനെ അവൻ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ കണ്ടുപിടിച്ചു, ഇനി നീ എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി വരണം. ഞാൻ അവനോട് പറഞ്ഞു, എടാ നിനക്ക് ഭ്രാന്താണ്, ഇവിടുന്ന് പെട്ടെന്ന് പറഞ്ഞു, എനിക്കൊന്ന് കളിച്ചാൽ മാത്രം മതി. നീ ഇവിടെ ഒളിച്ചില്ലേ, അതുകൊണ്ട് എനിക്കും ഒന്ന് ഒളിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, കളിക്കാനോ? നീ ഇപ്പോൾ എൻ്റെ റൂമിൽ കയറി വന്നതാണ്. അവൻ പറഞ്ഞു, എൻ്റെ അമ്മയും ഇതേപോലെ എന്നോട് കളിക്കാറുണ്ട്, പക്ഷേ ബെഡിൽ നിന്നുമാണ് മാത്രം. അത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ അവനോട് പോകാൻ തന്നെ പറഞ്ഞപ്പോൾ ആ സമയത്ത് തന്നെയാണ് അവൻ്റെ അമ്മ കയറി വന്നത്, അഥവാ ആ റിസപ്ഷനിസ്റ്റ്. എന്നിട്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങി. ജെർമിയ, നീ വീണ്ടും നിന്നോട് പറഞ്ഞതല്ലേ ഇങ്ങനെ വേറെ ആൾക്കാരുടെ മുറിയിൽ പോയി ചെല്ലാൻ പാടില്ല എന്ന്? അവൻ പറഞ്ഞു, അമ്മ ഞാൻ വെറുതെ തമാശ കളിച്ചതാണ്, ഇവളൊന്നും പേടിച്ചിട്ട് പോലുമില്ല. റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, ഒരു എക്സ്ക്യൂസുമില്ല, നീ ദയവായിട്ട് നിൻ്റെ വീട്ടിൽ പോ. അങ്ങനെ ജെർമിയ ഇവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു റിസപ്ഷനിസ്റ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, അവൻ ചിലപ്പോൾ അവൻ്റെ മെഡിക്കേഷൻ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടാകും, ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഇതും പറഞ്ഞ് റിസപ്ഷനിസ്റ്റ് ഇവിടെ നിന്നും പോവുകയാണ്. എനിക്ക് ആ സമയം കോഫി കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ മോട്ടലിൽ ഉണ്ടായിരുന്ന വെൻഡിങ് മെഷീൻ്റെ അടുത്ത് നടക്കുകയാണ്. അങ്ങനെ ഞാൻ കോഫി കുടിച്ചു. എൻ്റെ റൂമിലോട്ട് നടന്നു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ വാതിൽ പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഇത് ആരോ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഉള്ളിൽ ആരോ ഉണ്ടെന്നാണ്. ഞാൻ അകത്ത് കയറി. അപ്പോഴാണ് എൻ്റെ മുന്നിൽ ആരോ ചാടി വന്നത്. അത് മറ്റാരും ആയിരുന്നില്ല, ലെന്നി ആയിരുന്നു. അവൻ ചോദിച്ചു, നേരത്തെ ആരാണ് നിൻ്റെ റൂമിൽ കയറി വന്നത്? ഞാൻ പറഞ്ഞു, അത് മറ്റേ പ്രാന്തുള്ള ചെക്കൻ തന്നെയാണ്. അവൻ പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നെ വിളിച്ചൂടെ?
ഞാൻ പറഞ്ഞു, രക്ഷിക്കും രക്ഷിക്കും, അവസാനം ഞാൻ നിന്നെ രക്ഷിക്കേണ്ടി വരും. അങ്ങനെ അവൻ അവൻ്റെ റൂമിലോട്ട് നടന്നു. ഞാൻ ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ ഞാൻ എഴുന്നേൽക്കുകയാണ്. ഒരു 2 മിനിറ്റ് ഉറങ്ങിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ രാവിലെ തന്നെ റെഡിയായി കോഫി പോയി കുടിക്കുകയാണ്. ലെന്നിയുടെ മുറിയിൽ പോയി വാതിലിൽ മുട്ടി. അവൻ വാതിൽ തുറന്നു. ഞാൻ അവനോട് പറഞ്ഞു, ഗുഡ് മോർണിംഗ് സ്ലീപ്പി ഹെഡ്. പറഞ്ഞു, നീ എഴുന്നേറ്റല്ലേ, നമുക്ക് പോയാലോ? ഞാൻ പറഞ്ഞു, നിനക്കപ്പോൾ കോഫി കുടിക്കണ്ടേ? അവൻ പറഞ്ഞു, എനിക്ക് കോഫി ഇഷ്ടമല്ലാന്ന് എനിക്കറിയില്ലേ, പിന്നെന്താണ്? ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അവൻ പറയുവാൻ തുടങ്ങി, എന്തായാലും നീ നിന്റെ കൂട്ടുകാരനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. രാവിലെ ഞാൻ ഇവൻ ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരനോ? ആ ഭ്രാന്തൻ, അവൻ ഇന്നലെ എന്നെ തീർച്ചയായും ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി പുറപ്പെട്ടു. അങ്ങനെ അവസാനം നമ്മൾ എത്തുകയാണ്. ഞാൻ ലോയർ ഹെൻറിയുമായി സംസാരിച്ചു. അങ്ങനെ എല്ലാ പേപ്പർ വർക്കും ഞാൻ സൈൻ ചെയ്തു. അവൻ പറഞ്ഞത് നാളെ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ നിനക്ക് വീടിൻ്റെ അവകാശം കിട്ടുമെന്നാണ്. എന്തായാലും എനിക്കിന്ന് ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും. അങ്ങനെ രാത്രി 8 മണിയായി. ഞാനും ലെന്നിയും സിറ്റ് ഔട്ടിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, എത്ര മനോഹരമാണല്ലേ ഈ ഒരു സ്ഥലം. ലെന്നി മറുപടി തന്നു, സത്യം അറിയാലോ, എനിക്ക് ഇതുപോലുള്ള സ്ഥലം ഇഷ്ടമല്ല, എനിക്ക് വലിയ സിറ്റീസാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞു, എന്നാൽ ശരി. ലെന്നി ചോദിച്ചു, ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ അവകാശം നിനക്കല്ലേ ഉള്ളത്, നിന്റെ പ്ലാൻ എന്താണ്? നീ ഇവിടേക്ക് മാറുവാൻ പോവുകയാണോ? അവൻ എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. മെഗ്, നിനക്കറിയാമോ, എല്ലാ വർഷങ്ങളും കഴിയുമ്പോഴും ചന്ദ്രൻ ഭൂമിയുമായി അകന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നീ വീണ്ടും തിരിച്ചെത്തിയോ നിന്റെ റാൻഡം അഫയേഴ്സുമായി? ലെന്നി പറഞ്ഞു, കമോൺ, അത് സീരിയസ് ആണ്, പക്ഷെ നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. ഞാൻ പറഞ്ഞു, ഇതൊക്കെ നിനക്ക് എവിടെ നിന്നറിയാം? അവൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ബുക്സ് വായിച്ചിട്ടുണ്ട്, ഞാൻ വളരെ സ്മാർട്ടാണ്. പക്ഷെ ഒരു സത്യം പറയാലോ, അതൊരു കള്ളമാണ്, ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തതാണ്. ഞാൻ പറഞ്ഞു, എടാ, നീ ഇൻ്റർനെറ്റിലുള്ള എല്ലാം വിശ്വസിക്കരുത്, ചില നേരം കള്ളവും ഉണ്ടാകും. ലെന്നി പറഞ്ഞു, എനിക്കറിയാം, ഇതിപ്പോൾ 2017 എന്നിട്ട് നിനക്കൊരു സെൽഫോൺ പോലും ഇല്ല. ഞാൻ അതിന് ഉത്തരം നൽകി, നിനക്കറിയാലോ, എനിക്ക് ടെക്നോളജിയുമായി അത്ര ടച്ചൊന്നുമില്ല. ഈ ഒരു സംസാരം എന്നെ ഹംഗ്രി ആക്കുന്നു. നമുക്ക് 2 പേർക്കും വിശക്കുന്നത് കൊണ്ട് തന്നെ ഒരു പിസ്സ ഓർഡർ ചെയ്യാമെന്ന് നമ്മൾ കരുതി. നിൻ്റെ വീട്ടിൽ എന്തായാലും ടെലിഫോൺ ഉണ്ടാകും, നീ ഓർഡർ ചെയ്. ഞാൻ പറഞ്ഞു, ലെന്നി, നീ എന്തായാലും ഷവർ ചെയ്, എല്ലാവർക്കും ഞാൻ തന്നെ ചെയ്തോളും. ഞാൻ അവനോട് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ ലെന്നി പറഞ്ഞു, പ്ലീസ് മാഗ്, ഞാനിപ്പോൾ വളരെ ക്ഷീണിതനാണ്, അതുകൊണ്ട് തന്നെ നീക്ക് എന്നെ ഓർഡർ ചെയ്തൂടെ? ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിസേരിയുടെ നമ്പർ എവിടെയാണെന്ന് എനിക്കറിയില്ല, വീട്ടിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ വീട് ഫുള്ള് നോക്കി. അവസാനം ടെലിഫോൺ കിടക്കുന്ന അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 പിസ്സ ഓർഡർ ചെയ്യുകയാണ്. എൻ്റെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ പാസ്വേഡ് എൻ്റെ അടുത്തില്ല. ഞാൻ എല്ലാ സ്ഥലങ്ങളും നോക്കി. അങ്ങനെ ആ ഒരു പാസ്വേഡ് കണ്ടുപിടിച്ചു. കമ്പ്യൂട്ടർ ഓണാക്കിയപ്പോൾ ഞാൻ കണ്ടത് ഒരുപാട് ക്യാമറ വിഷ്വൽസ് ആയിരുന്നു. അതെൻ്റെ വീടിൻ്റെ ക്യാമറ തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ വെച്ച് നോക്കാം. അങ്ങനെ ഞാൻ പോയി കുളിച്ചു. അപ്പോൾ ആ സമയം തന്നെയാണ് കറണ്ട് പോയത്. ഞാൻ ഡ്രസ്സ് മാറ്റി പുറത്തിറങ്ങി. അപ്പോൾ എന്തോ ഒരു കറുത്ത രൂപം എൻ്റെ മുന്നിൽ ചാടി. അത് ലെന്നിയായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ പേടിപ്പിച്ചെന്നോ? നീ എന്നെ കളിയാക്കുന്നതല്ലേ? അവൻ പറഞ്ഞു, റിലാക്സ്, ഞാൻ എൻ്റെ ഫോൺ യൂസ് ചെയ്യുകയായിരുന്നു, എൻ്റെ ബോസ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എന്തിനാണ് നിൻ്റെ ബോസ് എന്നെ വിളിച്ചത്? ഞാൻ വിചാരിച്ചു നീ വെക്കേഷനിലാണെന്ന്. ലെന്നി പറഞ്ഞു, നിനക്കറിയാലോ, അവൻ നമുക്കൊന്ന് വെക്കേഷൻ എടുക്കാൻ പോലും വിടില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് സെൽഫോണില്ല, അതുകൊണ്ട് ആ ഒരു ബോസിന് എന്നെ വിളിക്കാനും സാധിക്കില്ല. അയാൾ പറഞ്ഞത് പൈൻവില്ലയുടെ തൊട്ടടുത്തുള്ള ടൗണിൽ പോകുവാനാണ്. അയാൾക്ക് വേണ്ടി എന്തോ ഞാൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യണം പോലും. ഞാൻ പറഞ്ഞു, ലെന്നി, നീ എന്നെ ഇവിടെ തനിച്ചാക്കുകയാണോ? ആ തക്ക സമയത്ത് തന്നെയായിരുന്നു കരണ്ടും പിസ്സ ബോയും എത്തിയത്. ഞാനപ്പോൾ വാതിൽ തുറന്നു. പിസ്സ ഡെലിവറി ബോയ് എന്നോട് ചോദിച്ചു, എവിടെയാണ് മിസ്സിസ് ജൂഡിത്ത്? അവരൊരു പിസ്സ ഓർഡർ ചെയ്തിട്ട് കുറേ കാലമായല്ലോ. ഞാൻ പറഞ്ഞു, മിസ്സിസ് ജൂഡിത്ത് എൻ്റെ അമ്മയാണ്, മരിച്ചിട്ടിപ്പോൾ 2 മാസമായി. പിസ്സ ഡെലിവറി ബോയ് പറഞ്ഞു, ഓ കണ്ടോളസൻസ്, എനിക്കും നിൻ്റെ വിഷമം മനസ്സിലാകും. എൻ്റെ അച്ഛനും മരിച്ചിട്ട് ഇപ്പോൾ 1 മാസമാകാറായി. ഞാൻ പറഞ്ഞു, താങ്ക് യു, ഞാൻ നിനക്ക് കണ്ടോളസൻസ് നേർന്നു. പിസ്സ ഡെലിവറി ബോയ് പറഞ്ഞു, ജീവിതം ഇങ്ങനെയാണ്, ഒരു നിമിഷത്തേക്ക് നമ്മളിവിടെ ഉണ്ടാകും, ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മരിച്ചു പോകും. ഞാനതിന് ഉത്തരവൊന്നും കൊടുത്തില്ല. അങ്ങനെ ഞാൻ പിസ്സക്ക് പേ ചെയ്തു. പിസ്സ ഡെലിവറി ബോയ് പോവുകയും ചെയ്തു. അങ്ങനെ നമ്മൾ 2 പേരും TV കണ്ട് പിസ്സ കഴിക്കുകയാണ്. ലെന്നിക്കെന്താ ജോലിയുടെ ആവശ്യം കാരണം അവൻ പോവുകയാണ്. ഞാനപ്പോൾ വീട്ടിൽ തനിച്ചായി. അപ്പോഴാണ് ഡോറിൻ്റെ ബെൽ ആരോ അടിച്ചത്. ഞാൻ ക്യാമറ പോയി നോക്കി. അപ്പോൾ കണ്ടു ഒരാൾ പുറത്ത് നിൽക്കുന്നുണ്ട്. എനിക്കത് ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ താഴെ ഇറങ്ങി വാതിൽ തുറന്നു. അയാൾ പറഞ്ഞു, നിന്നെ കാണാൻ ജൂഡിത്തിനെ പോലെ തന്നെ ഉണ്ടല്ലോ.
ഞാൻ പറഞ്ഞു, അതെൻ്റെ അമ്മയാണ്. അയാൾ പറഞ്ഞു, ഓ, നിന്നെ കണ്ടതിൽ സന്തോഷം. ഞാൻ ചോദിച്ചു, സോറി, നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. അയാൾ പറഞ്ഞു, ഞാൻ നിൻ്റെ ഒരു നെയ്ബറാണ്. ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. ബൈ ദ വേ, എൻ്റെ പേര് ജോസഫ്. ഞാൻ പറഞ്ഞു, ഓ, എന്നാൽ ശരി, എൻ്റെ പേര് മേഘൻ എന്നാണ്. അയാൾ എന്നോട് പറഞ്ഞു, അവൾ നല്ലൊരു സ്ത്രീ ആയിരുന്നു, മരിച്ചുപോയി. എനിക്കും സങ്കടമുണ്ട്. മഴ വരുന്ന ലക്ഷണമുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. അയാൾ പറഞ്ഞു. ഞാൻ ഓക്കെ എന്നും പറഞ്ഞു. അയാൾ അവസാനമായി പറഞ്ഞത് ഇങ്ങനെയാണ്, നിനക്കെന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ ഞാൻ തൊട്ടടുത്ത വീട്ടിൽ തന്നെയുണ്ട്, വിളിക്കാൻ മടിക്കരുത്. അങ്ങനെ ഇതും പറഞ്ഞ് അയാൾ പോവുകയാണ്. ഞാൻ ഡോറ് ക്ലോസ് ചെയ്തു. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ലെന്നിയുടെ ആർവി ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും അവൻ പോയിട്ടില്ല. ഞാൻ ലെന്നിയുടെ ആർവിയുടെ അടുത്ത് ചെന്നു. ലെന്നി അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, നീ എന്തായാലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം കേട്ടോ. ലെന്നി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ വരാം, ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്യുന്നു. അവനൊരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു. അങ്ങനെ ലെന്നി പോവുകയാണ്. ഞാനും എൻ്റെ വീട്ടിലോട്ട് നടന്നു. സത്യം അറിയാലോ, ഞാൻ തനിച്ചാക്കുന്നത് എനിക്ക് ഭയമാണ്. എന്തോ വിയേർഡ് പോലെ എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ അമ്മ ഒരു വിചിത്രമായ രീതിയിലാണ് മരിച്ചത്. എൻ്റെ അമ്മയുടെ ദേഹത്ത് വിചിത്രമായ ഒരുപാട് സയൻസ് കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നു. ആരും എൻ്റെ അമ്മേനെ കൊന്നതാണെന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ അമ്മയുടെ ബോഡി ഒരു അടുക്കുചാലിൽ നിന്നുമാണ് ലഭിച്ചത്. പക്ഷേ ഒരു നെയ്ബേഴ്സും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലായിരുന്നു. ഇപ്പോഴും അതൊരു മിസ്റ്ററിയാണ്. ഇപ്പോൾ സമയം 10:45 PM. ഞാൻ ഡിഷൊക്കെ വാഷ് ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ റൂമിലോട്ട് നടന്നു. ഞാൻ അങ്ങനെ ഉറങ്ങാൻ കിടന്നു. അപ്പോഴാണ് ആരോ വീണ്ടും വന്ന് വീടിൻ്റെ ബെൽ അടിച്ചത്. അത് നെയ്ബറായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഞാൻ ക്യാമറയിലേക്കൂടെ നോക്കി. പക്ഷെ ഇത് നെയ്ബർ ആയിരുന്നില്ല, മറ്റാരോ ആയിരുന്നു. ഈ രാത്രി ആരാണിത്? അങ്ങനെ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി ഡോറിൻ്റെ അടുത്തോട്ട് അയാൾ പറയുവാൻ തുടങ്ങി, നിനക്കൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാമോ? എനിക്ക് ഹെൽപ്പ് വേണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. അയാളതിന് ഉത്തരം നൽകി, എൻ്റെ പേര് ഫ്രെഡ്. എൻ്റെ കാർ ഇവിടെ ബ്രോക്ക് ഡൗൺ ആയി. ഞാനിപ്പോൾ നനഞ്ഞിട്ടാണുള്ളത്. ഞാൻ പറഞ്ഞു, കേൾക്കുന്നതിൽ സോറി, പക്ഷെ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ സാധിക്കില്ല. അയാൾ പറഞ്ഞു, എനിക്കൊരു ടവല് മാത്രം മതി. പറ്റുമെങ്കിൽ നിൻ്റെ അടുത്ത് ഫോൺ ഉണ്ടെങ്കിൽ ഒരു ടോ ട്രക്കിനെ വിളിക്കാൻ സാധിക്കുമോ? എൻ്റെ കാർ എടുക്കാനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് നിന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യുവാൻ സാധിക്കില്ല. പ്ലീസ്. ഞാൻ എല്ലാ വാതിലുകളിലും ചെന്ന് മുട്ടി, പക്ഷെ ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല. നിങ്ങൾ മാത്രമാണ് അവസാനത്തെ ഹോപ്പ്. ഞാൻ പറഞ്ഞു, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറയണം ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നിട്ട് പറഞ്ഞു. അപ്പോൾ നീ എന്നെ ഹെൽപ്പ് ചെയ്യുവാൻ പോകുന്നില്ല? നിന്നോട് ആരെങ്കിലും ഇങ്ങനെ ഹെൽപ്പ് ചോദിച്ചാൽ നീ അതിന് ഇല്ല എന്ന് പറയുമോ? ഞാൻ പറഞ്ഞു, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞല്ലോ. നീ ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. ഫ്രെഡ് പറഞ്ഞു, നിനക്ക് വാതിൽ തുറക്കാൻ കഴിയില്ല അല്ലേ? ഞാൻ നിനക്ക് കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അങ്ങനെ അതും പറഞ്ഞ് അവൻ പോയി. പക്ഷെ ജനാലിലേക്കൂടെ ഞാൻ പുറത്തു നോക്കി. അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എത്ര പറഞ്ഞിട്ടും അവൻ പോകുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ പോലീസിനെയും വിളിച്ചില്ല. അയാൾ ശരിക്കും എന്നെ ഭയപ്പെടുത്തി. എന്താണ് എല്ലാ ഭ്രാന്തന്മാരും എൻ്റെ അടുത്ത് തന്നെ വരുന്നത്? ഞാൻ എന്തായാലും ഉറങ്ങാമെന്ന് തീരുമാനിച്ചു. ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കി ബെഡിൽ കിടന്നു. ഈ റൂമിലാണ് മുന്നേ എൻ്റെ അമ്മ കിടക്കാറുള്ളത്. അമ്മയുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ ഉറങ്ങി. പക്ഷേ സമയം ഏകദേശം 12:30 ആയപ്പോൾ എൻ്റെ വീടിൻ്റെ ഗരേജിൽ നിന്നും എന്തോ ശബ്ദം ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴായിരുന്നു ആരോ എൻ്റെ മുന്നിൽ വന്നത്. അതിൽ ഇന്നല്ലായിരുന്നു, പകരം ഞാൻ നേരത്തെ കണ്ട ആ ഒരു നെയ്ബറായിരുന്നു. അയാൾ പറയുവാൻ തുടങ്ങി, പ്ലീസ് നീ ഒന്ന് കാമാവൂ. ആരോ നിൻ്റെ വീടിൻ്റെ ഗരേജിൽ കൂടെ അകത്ത് കയറുന്നത് ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ ആരുമില്ല. കൂടാതെ നിനക്ക് എൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് ഈ ഒരു വീട്ടിൽ കയറാനും സാധിക്കില്ല. അയാൾ പറഞ്ഞു, നീ ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ. ആരോ ഇവിടെയുണ്ട്, നമ്മൾ ഒറ്റക്കല്ല. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ ക്യാമറകളും ചെക്ക് ചെയ്തിട്ടുണ്ട്. നീ മാത്രമാണ് ഇപ്പോഴെൻ്റെ അമ്മയുടെ വീട്ടിൽ കയറിയിരിക്കുന്നത്. അയാൾ പറഞ്ഞു, ഞാൻ കണ്ടത് നിൻ്റെ ഫ്രണ്ടല്ല, പകരം ആരോ നിൻ്റെ വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു, പ്ലീസ് നിങ്ങൾക്കൊന്ന് ഇവിടുന്ന് പോകുവാൻ സാധിക്കുമോ? അങ്ങനെ അയാൾ പോവുകയാണ്. ശരിക്കും ഒരു ഭ്രാന്തായ വൃദ്ധൻ. ഇനി ചിലപ്പോൾ അയാൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കായാലും ഇനി എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല. അയാൾ പോയെന്ന് ഞാൻ ഉറപ്പ് വരുത്തി. അങ്ങനെ ഞാൻ TV-യിലെ ന്യൂസ് ചാനൽ വെച്ചു. അപ്പോൾ ഞാൻ ഒരു ന്യൂസ് കണ്ടു. ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു പൈൻവില്ലയിലുള്ള സിറ്റിയിൽ ഏതൊരു കില്ലർ വന്നിട്ടുണ്ടത്രേ. ഏകദേശം 10 ആളെ കൊന്ന കില്ലറാണ് ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു പൈൻവില്ല സിറ്റിയിൽ. ആ ഒരു കില്ലർ മെയിനായിട്ട് കുട്ടികളെയും സ്ത്രീകളെയുമാണ് കൊല്ലുന്നത് പോലും. എനിക്ക് ആ ഒരു ന്യൂസ് കേൾക്കുവാൻ മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചാനൽ സ്വിച്ച് ചെയ്തു. ആ സമയത്ത് തന്നെയായിരുന്നു കറണ്ടും പോയത്. കറണ്ട് പോകേണ്ട പറ്റിയ സമയം തന്നെ. ആദ്യം തന്നെ ലെന്നി എന്നെ ഇവിടെ ഒറ്റക്കാക്കി പോയി.
അതുകൂടാതെ കുറച്ച് ഭ്രാന്തന്മാർ ഡോറിൻ്റെ അടുത്തും നമ്മുടെ ടൗണിൽ ഒരു കില്ലർ ഉണ്ടെന്ന ന്യൂസ് ഞാൻ കേട്ടു. പിന്നെ അവസാനം ഇപ്പോൾ കറണ്ടും പോയി. സത്യം പറയലോ, ഇപ്പോൾ എൻ്റെ ഈ ഒരു അവസ്ഥ ഒരു ലോ ബഡ്ജറ്റ് ഹൊറർ മൂവി പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വീടിൻ്റെ പുറത്ത് സർക്യൂട്ട് ബ്രേക്കർ പാനൽ ഉണ്ടാകും. അപ്പോൾ അത് പോയി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കറണ്ട് വരുമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ വാതിൽ തുറന്ന് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അടുത്ത് പോവുകയാണ്. അപ്പോൾ ഞാനത് കണ്ടു. ആരോ സർക്യൂട്ട് ബ്രേക്കർ കത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കറണ്ട് പോയത്. അങ്ങനെ ഞാൻ മെല്ലെ പുറത്തു നോക്കി. അപ്പോൾ ദൂരെ ഞാനത് കണ്ടു. നേരത്തെ എന്നോട് ഹെൽപ്പ് ചോദിച്ച ആ ഒരു ഭ്രാന്തൻ, അതായത് ഫ്രെഡ്, അവൻ എന്നെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. ഇനി ഇപ്പോൾ ഇവന് എന്താണ് വേണ്ടത്? അങ്ങനെ അവൻ എൻ്റെ അടുത്ത് ഓടുവാൻ തുടങ്ങി. അവൻ അലറി വിളിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് ഓടുന്നത്. ഞാൻ വാതിൽ തുറന്ന് അകത്ത് കയറി. അവൻ വിൻഡോയിലേക്കൂടെ എന്നെ നോക്കി പറയുവാൻ തുടങ്ങി, പ്ലീസ്, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ പറഞ്ഞു, അപ്പോൾ നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ പോലീസിനെ വിളിക്കുവാൻ വേണ്ടി പോവുകയാണ്. അവൻ വാതിൽ കുത്തി തുറക്കുവാൻ വേണ്ടി നോക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ ടെലിഫോണിൽ നിന്നും പോലീസിനെയും വിളിച്ചു. ഇത് പൈൻവില്ലെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ സംസാരിക്കുന്നത് ഓഫീസർ മാർക്കസ്. എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? ഞാൻ പറഞ്ഞു, പ്ലീസ് എന്നെ രക്ഷിക്കൂ. ആരോ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറുവാൻ നോക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ ഒരു കത്തിയുമുണ്ട്. ഓഫീസർ പറഞ്ഞു, നിങ്ങളൊന്ന് ആദ്യം കാമാകൂ മാം. എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കൊന്ന് ബ്രീഫായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ? ഞാൻ ഇവിടെ എന്താണ് നടന്നതെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ അവസാനം ഓഫീസർ അഡ്രസ്സ് ചോദിച്ചു. ഒരു വണ്ടി അയക്കാമെന്നും പറഞ്ഞു. ഞാൻ അഡ്രസ്സും കൊടുത്തു. പെട്ടെന്ന് തന്നെ വരാനും ഞാൻ പറയുകയാണ്. ഞാൻ വിറക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബെഡിൻ്റെ അടിയിൽ തന്നെ ഇരുന്നു. ഇപ്പോഴെല്ലാം നിശബ്ദമായിരുന്നു. എനിക്കിപ്പോൾ ആകെ കേൾക്കുവാൻ സാധിക്കുന്നത് മറുശബ്ദമാണ്. ഞാൻ വിചാരിച്ചു അവൻ എന്തായാലും ഗിവ് അപ്പ് ചെയ്ത് ഓടിയിട്ടുണ്ടാകുമെന്ന്. ഞാൻ പുറത്തിറങ്ങി വീട് ഫുള്ള് പരിശോധിച്ചു. ആരുമില്ലായിരുന്നു. ഞാൻ ഫ്രണ്ട് ഡോറിൻ്റെ അടുത്ത് നടക്കുമ്പോഴായിരുന്നു ആരോ വാതിൽ കുത്തിപ്പൊട്ടിച്ച് അകത്ത് കയറുന്നത്. അവൻ ഫ്രെഡായിരുന്നു. എന്നോട് നേരത്തെ ഹെൽപ്പ് ചോദിച്ച ആ ഒരു ഭ്രാന്തൻ. അവൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എന്നെ അടുത്തതായി നീ എന്താണ് ചെയ്യുവാൻ വേണ്ടി പോകുന്നത്? ഞാൻ പറഞ്ഞു, പോലീസ് വരികയാണ്. പോലീസോ? അതിന് ഞാൻ സൈറൻ്റെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ. ഇപ്പോൾ ഞാനും നീയും മാത്രമാണ് ഇപ്പോൾ ഈ ഒരു വീട്ടിലുള്ളത്. നീ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടുവാൻ നോക്ക്. ഞാൻ പറഞ്ഞു, എന്നെ ഒന്നും ദയവായി ചെയ്യരുത്. ഞാൻ നിന്നോടൊന്നും ചെയ്തില്ലല്ലോ. അവൻ പറഞ്ഞു, നീ വളരെ മോശമായ വ്യക്തിയാണ്. ഞാൻ നേരത്തെ ഹെൽപ്പ് ചോദിച്ചപ്പോൾ നിനക്കെന്നെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. നീ ജീവിക്കുവാൻ അർഹതയുള്ള സ്ത്രീയല്ല. നീ ഇപ്പോൾ മരിക്കുവാൻ പോവുകയാണ്. അപ്പോഴാണ് അയാളുടെ ബാക്കിലേക്കൂടെ ആര് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. അത് മറ്റാരുമല്ലായിരുന്നു, നെയ്ബറായിരുന്നു. ആ ഒരു നെയ്ബറിൻ്റെ കയ്യിൽ ഒരു ചുറ്റികയുണ്ട്. ഞാൻ വിചാരിച്ചു ആ ഒരു നെയ്ബറും ഇയാളും കൂടെ ചേർന്നിട്ട് എന്നെ കൊല്ലുവാൻ പോവുകയാണെന്ന്. അപ്പോഴായിരുന്നു ഒരു ട്വിസ്റ്റ് സംഭവിച്ചത്. മറ്റൊന്നുമല്ല, ആ ഒരു നെയ്ബറാണെങ്കിൽ ഇരു ഫ്രെഡിൻ്റെ തലക്ക് 10 ഓട്ടം ആ ഒരു ചുറ്റിക വെച്ച് അടിക്കുകയാണ്. അയാളുടെ തല പൊട്ടി പീസായി സൈഡിൽ വീഴുകയാണ്. അങ്ങനെ ജോസഫായിട്ടുള്ള ആ ഒരു നെയ്ബർ എൻ്റെ അടുത്ത് വന്നു. എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ നേരത്തെ വാണിംഗ് ചെയ്തതല്ലേ ആരോ നിന്നെ സ്പൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. ഞാനൊരു റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. നീ ഇപ്പോൾ സുരക്ഷിതമായ കയ്യിലാണുള്ളത്. ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, നീ പേടിക്കേണ്ട, ഞാൻ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. നീ ഡേഞ്ചറിലാണെന്ന് മനസ്സിലാക്കിയതോടെ ഞാൻ എന്തായാലും ഇവിടേക്ക് വന്നു. അയാൾ പറഞ്ഞു, നീ ചിലപ്പോൾ എന്നെ സംശയിച്ചിട്ടുണ്ടാകും. ഞാൻ ജസ്റ്റ് എൻ്റെ ജോലി ചെയ്തതാണ്. ഞാൻ ചിലപ്പോൾ റിട്ടയർഡ് ആയിരിക്കാം, പക്ഷേ ഞാൻ ഗെയിമിൻ്റെ പുറത്തേക്ക് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു, ഐ ആം സോറി, ഞാൻ നേരത്തെ ഒന്ന് ഭയന്നു പോയതാണ്. അയാൾ പറഞ്ഞു, നീ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ അയാളുടെ തലക്ക് നോക്കിയിട്ട് തന്നെയാണ് അടിച്ചത്. നീ ഇപ്പോൾ അവൻ്റെ സ്ഥിതി കണ്ടില്ലേ? ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഇതുപോലെ തന്നെ വേണം. ഞാൻ പറഞ്ഞു, ഞാൻ ഹെൻറിയെ വിളിച്ചിട്ടും വരാം. അവനാണ് വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ വിളിക്കണമെന്നാണ് പറഞ്ഞത്. അയാൾ ഓക്കെ എന്ന് പറഞ്ഞു. അതുകൂടാതെ ജോസഫ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ എന്തായാലും ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം. ഞാൻ അങ്ങനെ ടെലിഫോണിൻ്റെ അടുത്ത് പോയി ഹെൻറിയെ വിളിക്കുകയാണ്. ഹെൻറി പറയുവാൻ തുടങ്ങി, എല്ലാ കാര്യങ്ങളും ഓക്കെയാണോ മേഘൻ? സംഭവിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഹെൻറിയോട് പറഞ്ഞു. ഹെൻറി എന്നോട് ചോദിച്ചു, അവനിപ്പോൾ എവിടെയാണുള്ളത്? നീ പോലീസിനെ വിളിച്ചോ? ഞാൻ പോലീസിനെ വിളിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൻ മരിച്ചു എന്നും പറഞ്ഞു. എൻ്റെ നെയ്ബറായിട്ടുള്ള ജോസഫാണ് അവനെ കൊന്നത്. അപ്പോഴാണ് ഹെൻറി ഒരു കാര്യം പറയുന്നത്, നിനക്ക് ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഒരു നെയ്ബറുമില്ല. അതുകൂടാതെ ഇപ്പോൾ പൈൻവില്ലെ ടൗണിലുള്ള എല്ലാ ആൾക്കാരും പുറത്തു പോയിട്ടാണുള്ളത്. നീ ഇപ്പോൾ ഈ ഒരു ടൗണിൽ ഒറ്റക്കാണ്. ആ സമയത്ത് എന്നെ കോൾ കട്ടാവുകയും ചെയ്തു. അപ്പോഴാണ് ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. നേരത്തെ ന്യൂസിൽ കാണിച്ച ആ ഒരു കില്ലർ ആ ഒരു ഫ്രെഡ് ആയിരുന്നില്ല. പകരം നെയ്ബർ എന്ന് പറഞ്ഞിട്ട് വന്ന ഈ ഒരു ജോസഫാണ്. ഞാൻ താഴേക്ക് ചെന്നു, പക്ഷെ അവിടെയൊന്നും അവനെ കാണുവാൻ സാധിച്ചില്ല. ഞാൻ ഗരേജിൽ ചെന്നു. അപ്പോഴാണ് അവനെ അവിടെ കാണുവാൻ സാധിച്ചത്. ഞാൻ ജോസഫിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ അവർ കോടാലി എടുത്തത്? ജോസഫ് പറഞ്ഞു,
നിങ്ങളെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്കെന്നെ ഭയമാണോ? ഞാനല്ലേ നേരത്തെ നിങ്ങളെ രക്ഷിച്ചത്. ഞാൻ പറഞ്ഞു നിങ്ങളെന്നെ നെയ്ബറല്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അയാൾ പറഞ്ഞു, ഞാനെൻ്റെ ജീവിതം മറ്റുള്ള ആൾക്കാരെ രക്ഷിക്കാനും സെർവ് ചെയ്യാനും പാഴാക്കി. എന്നിട്ട് എനിക്കെന്തെങ്കിലും ഗുണമുണ്ടായി? ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതൊക്കെ സത്യമാണ്. ഞാൻ തന്നെയാണ് കില്ലർ, അഥവാ പൈൻവില്ലേ നൈറ്റ് സ്റ്റോക്കർ. ഞാൻ പെട്ടെന്ന് തന്നെ മുകളിൽ പോയി ഒളിക്കുകയാണ്. അയാൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ആ തക്ക സമയത്ത് തന്നെ പോലീസും വന്നു. അങ്ങനെ പോലീസ് വന്നിട്ട് അയാളെ അറസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ വീടിൻ്റെ പുറത്തിറങ്ങി. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ എന്നെ തന്നെയാണ് നോക്കിയത്. ആ സമയത്ത് തന്നെ ലെന്നി അവിടെ ഉണ്ടായിരുന്നു. ലെന്നി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. ഇതിന് ശേഷം ഞാൻ അയാളെ നേരിട്ട് കണ്ടിട്ടില്ല. ഈ ഒരു വീഡിയോയിൽ കാണിച്ച കഥ സത്യമാണ്. ഇത് ശരിക്കും സംഭവിച്ചൊരു ഇൻസിഡൻ്റാണ്. ഈ ഒരു വീഡിയോയിൽ കാണിച്ച കില്ലറായിട്ടുള്ള ജോസഫ് ജെയിംസ് ഡെ ആംഗലോ ഒരു കില്ലറാണ്. 2018 പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. DNA ടെസ്റ്റിലേക്കൂടെ പല പല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. അതായത് ഇയാൾ ഒരുപാട് ക്രൈംസ് ചെയ്തിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇയാൾക്ക് പ്രായം 72 ആയിരുന്നു. ഇയാൾ ചെയ്ത ക്രൈമിൻ്റെ ലിസ്റ്റ് ഇങ്ങനെയാണ്: 13 മർഡേഴ്സാണ് ഈ ഒരാൾ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ 13 കിഡ്നാപ്പിങ്സും. ഇയാളുടെ 62 ക്രൈമിൽ ഭൂരിഭാഗവും റേപ്പും കിഡ്നാപ്പിങ്ങുമാണ്. അയാൾക്ക് ശിക്ഷ കൊടുക്കുമ്പോൾ ഡെത്ത് പെനാൾട്ടി റിമൂവ് ചെയ്തു. അതിന് പകരം ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ട ശിക്ഷയാണ് കൊടുത്തത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന വ്യക്തിയാണ് ജോസഫ് ജെയിംസ് ഡെ ആംഗലോ. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് ഹോൾ വീഡിയോ.